Hi, welcome to Ejuri's Academy. Myself Sabna. ഞാൻ എടുക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഓർ ടെക്നീഷ്യൻ കാറ്റഗറിയിലേക്ക് വേണ്ട എക്സാംസിൻ്റെ ക്ലാസ്സാണ്. സോ അതിനു മുമ്പ് ഞങ്ങളുടെ ആപ്ലിക്കേഷനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നമുക്ക് എജോവിസ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആപ്പിൾ സ്റ്റോറിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ DHA, DOH, MOH, Prometric ഇതുപോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതായത് ഏത് ടോപ്പിക്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്, അതെങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്കുണ്ടാകും. സോ ഇത്തരത്തിലുള്ള എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് ഉള്ളത്. ഈ ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗെയിം പോലെ നമുക്കതിൽ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഒപ്പം മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ കാണേണ്ടത് അപ്പോൾ അത് യൂസ് ചെയ്യാം. ഏത് ടൈമിലാണോ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഇത് ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന് എക്സാംസിന് ചോദിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു സ്ക്രീൻ ഫോർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ല്യൂക്കോസൈറ്റ് എസ്റ്ററേസ് റിസൾട്ട്സ് ഷുഡ് ബി ഇവാലുവേറ്റഡ് അലോങ് വിത്ത് ദ റിസൾട്ട്സ് ഫ്രം വിച്ച് ഓഫ് ദീസ് അതർ റിയേജൻറ്റ് സ്ട്രിപ്പ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ല്യൂക്കോസൈറ്റ് എസ്റ്ററേസിൻ്റെ കൂടെ ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓപ്ഷൻസ് യൂറോബിലിനോജൻ, ബിലിറൂബിൻ, നൈട്രേറ്റ് ആൻഡ് ഗ്ലൂക്കോസ്. അപ്പോൾ ഇതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ യൂറോബിലിനോജൻ നോക്കുകയാണെങ്കിലും ബിലിറൂബിൻ ഇത് രണ്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഹീമോലൈസിസ് നടക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് യൂറിനിൽ കാണുന്ന പ്രോഡക്റ്റ്സ് ആണ്. സോ ഇതിന് രണ്ടിനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ നൈട്രേറ്റ് ആൻഡ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള കേസുകളിലാണ് യൂറിനിൽ മോസ്റ്റ്ലി കാണാറുള്ളത്. ദെൻ ദ C1 ഈസ് നൈട്രേറ്റ്. നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ അത് യൂസ്ഫുൾ ആവുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് ആയിട്ട് നൈട്രേറ്റ് റിഡക്റ്റേഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നൈട്രേറ്റ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ലുക്ക് ഫോർ ദ പ്രസൻസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സോ ദ ആൻസർ ഈസ് നൈട്രേറ്റ്. അപ്പോൾ നമ്മൾ ല്യൂക്കോസൈറ്റ് എസ്റ്ററേസ് എന്നുള്ള ടെസ്റ്റിൻ്റെ കൂടെ നമ്മൾ റിയേജൻറ്റ് സ്ട്രിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രേറ്റ് ടെസ്റ്റാണ്. സോ ദ ആൻസർ ഈസ് നൈട്രേറ്റ്. Then the next question, nephrotic syndrome is associated with all of the following clinical findings except increased proteinuria, decreased serum albumin, hyperproteinemia and edema. അപ്പോൾ ഇവിടെ നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിലുള്ള ഗ്ലോമറിൽ ഡാമേജ് വരുന്ന കണ്ടീഷനാണ് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറിൽ ഡാമേജ് വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ ആ ഒരു ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ആസ് എ റിസൾട്ട് മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള ആൽബുമിൻ എല്ലാം തന്നെ യൂറിനിൽ പ്രസൻ്റ് ആയിരിക്കും. സോ ആൽബുമിൻ യൂറിനിൽ പ്രസൻ്റ് ആവുന്നത് കൊണ്ട് ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻക്രീസ്ഡ് പ്രോട്ടീനൂരിയ. അപ്പോൾ ഇൻക്രീസ്ഡ് പ്രോട്ടീനൂരിയ എന്തായാലും നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഡിക്രീസ്ഡ് സെറം ആൽബുമിൻ. അതായത് നമ്മുടെ യൂറിനിൽ ഓൾറെഡി ആൽബുമിൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഉണ്ടാവുക, സെറം ആൽബുമിൻ എന്തായാലും ഡിക്രീസ്ഡ് ആയിരിക്കും. സോ ദ സെക്കൻഡ് വൺ ഈസ് കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഹൈപ്പർ പ്രോട്ടീനീമിയ. ഒരിക്കലും ഡിക്രീസ്ഡ് സെറം ആൽബുമിനും ഹൈപ്പർ പ്രോട്ടീനീമിയും ഒരുമിച്ച് വരില്ല. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് ഹൈപ്പർ പ്രോട്ടീനീമിയ വയ്ക്കുക. ദെൻ എഡിമ. എഡിമ മോസ്റ്റ്ലി യൂറിനിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ സെറം ആൽബുമിൻ ഡിക്രീസ്ഡ് ആവുന്ന കണ്ടീഷനിൽ എഡിമ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സെപ്റ്റ് ആണ്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നെഫ്രോട്ടിക് സിൻഡ്രം എന്നുള്ളതും ക്ലിനിക്കൽ കണ്ടീഷൻസ് എക്സെപ്റ്റ് എന്നുള്ളൊരു വേർഡാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഹൈപ്പർ പ്രോട്ടീനീമിയ. ഹൈപ്പർ പ്രോട്ടീനീമിയ എന്നുള്ളൊരു കണ്ടീഷൻ ഒരിക്കലും തന്നെ നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ വരാറില്ല. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒപ്റ്റിമൽ ടൈം ടു ബിഗിൻ initial microscopical examination of a semen specimen assuming liquefaction is complete. അപ്പോൾ ഇവിടെ ചോദ്യം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെമൻ്റെ ലിക്വിഫാക്ഷൻ ടൈമിംഗ് എങ്ങനെയാണെന്നാണ്. മോസ്റ്റ്ലി ദ കറക്റ്റ് ആൻസർ ഈസ് 30 minutes. 30 minutes ആണ് നോർമലി സെമൻ നോർമൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്.
Then the next question. Significantly increased levels of ketones are typically detected in the urine with all of the following conditions except. ഇവിടെയും ചോദിച്ചേക്കുന്നത് എക്സെപ്റ്റ് ആണ്. നമുക്ക് കീറ്റോൺ ബോഡീസ് യൂറിനിൽ പ്രസൻറ്റ് ആവുന്ന കണ്ടീഷൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതിൽ എക്സെപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കീറ്റോൺ ബോഡീസ് അല്ലെങ്കിൽ കീറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ഫാറ്റ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ നോർമലി നടക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിക്ക് കിട്ടാത്ത സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അവൈലബിൾ ആവാത്ത സിറ്റുവേഷൻസിൽ ദേ ഗോ ഫോർ അനദർ മെറ്റബോളിസം ലൈക്ക് ഫാറ്റ് മെറ്റബോളിസം. ഒരു ഓൾട്ടർനേറ്റീവ് മെറ്റബോളിസം ആണ് ഫാറ്റ് മെറ്റബോളിസം. സോ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഫാറ്റ് മെറ്റബോളിസം നടക്കാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയബറ്റിക് അസിഡോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കീറ്റോൺ ബോഡീസ് പ്രസൻ്റ് ആയിരിക്കും. Then excessive carbohydrate loss, starvation following a low impact exercise routine. So excessive carbohydrate loss ഉണ്ടാവുകയാണെങ്കിലും സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്, ആൻഡ് ഓൾസോ സ്റ്റാർവേഷൻ. സോ ദ ആൻസർ ഈസ് ഫോളോയിങ് എ ലോ ഇമ്പാക്റ്റ് എക്സസൈസ് റൂട്ടീൻ. നമ്മൾ എക്സസൈസ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും ബോഡിയിൽ കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ആവില്ല. ബോഡിയിൽ കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം തന്നെ ട്രിഗർ ഔട്ട് ചെയ്യണം. So the answer is following a low impact exercise routine. Then the next question, a yellow coloration found in fresh cerebrospinal fluid supernatant is termed as. So ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. CSF പഠിക്കുമ്പോൾ അല്ലെങ്കിൽ CSF അനാലിസിസ് അല്ലെങ്കിൽ CSFിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണിത്, ഒരു വേർഡാണ്. ആൻഡ് ദ ആൻസർ ഈസ് ക്സാന്തോക്രോമിയ. ഹീമോലൈസിസ്, ജോണ്ടിസ്, ഹൈപ്പർലിപ്പിഡീമിയ ഇതെല്ലാം തന്നെ ഒരു സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻസ് ആണ്. ആൻഡ് ക്സാന്തോക്രോമിയ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ യെല്ലോ coloration. Then the next question, the image on the right is a right Jameson stain CSF smear, and what is the structure that indicated by the arrows? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ ആരോസ് ആണ്, ഈ ആരോസിൽ കാണുന്നതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ ദ ഓപ്ഷൻസ് ആർ ബാക്ടീരിയ, പ്ലേറ്റ്ലെറ്റ്, സ്റ്റെയിൻ precipitate ആൻഡ് malarial parasites. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് ഏകദേശം സിമിലർ ആണ്. ആൻഡ് ഓൾസോ അത് കാണുന്നത് ഔട്ട്സൈഡ് ദ സെല്ലാണ്. സോ ഔട്ട്സൈഡ് ദ സെല്ലായതുകൊണ്ടും അതിൻ്റെ സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ടും നമുക്ക് മലേറിയൽ പാരസൈറ്റ്സും സ്റ്റെയിൻ precipitatesഉം അവോയ്ഡ് ചെയ്യാം. കാരണം മലേറിയൽ പാരസൈറ്റ്സ് കാണുന്നത് സെൽസിനകത്താണ്. ആൻഡ് ഓൾസോ സ്റ്റെയിൻ precipitate ആണെങ്കിൽ ഇത്രയും യൂണിഫോമിറ്റി കാണില്ല. ദെൻ നെക്സ്റ്റ് ഇസ് പ്ലേറ്റ്ലെറ്റ് ആൻഡ് ബാക്ടീരിയ. CSFിൽ നോർമലി പ്ലേറ്റ്ലെറ്റ്സ് പ്രസൻ്റ് ആയിരിക്കില്ല. ആൻഡ് സോ ദ ആൻസർ ഈസ് ബാക്ടീരിയ. ഇതെന്ന് പറയുന്നത് ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സ് ആണ്. The next question, Sudan 3 will confirm the presence of parasites, sperm, mucus and fat. Sudan 3 mainly യൂസ് ചെയ്യുന്നത് ഫാറ്റിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സ്റ്റെയിനിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is true about Bence Jones protein when performing the heat precipitate test? അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് Bence Jones പ്രോട്ടീനെ കുറിച്ചാണ്. സോ ദ ഓപ്ഷൻസ് ആർ precipitates between 40 and 60 degrees Celsius but redissolve at 100 degrees Celsius. Precipitate between 60 and 80 but redissolves at 100 degrees Celsius. Is dissolved between 40 and 60 but precipitate around 100 degrees Celsius. Is dissolved between 60 and 80 but precipitate around 100 degrees Celsius. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ Bence Jones പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് മൾട്ടിപ്പിൾ മൈലോമയുടെ കേസിൽ മാത്രം പ്രസൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോട്ടീനാണ്, ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ യൂറിൻ. അപ്പോൾ അത് ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് തന്നെ, അത് Bence Jones പ്രോട്ടീൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതായത് precipitate between 40 and 60 degrees Celsius but redissolved at 100 degrees Celsius. അതായത് നമ്മൾ യൂറിൻ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 40 to 60 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതെന്താവുന്നു, അത് precipitate ഫോം ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് റീഡിസോൾവ്ഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അതെന്താവുന്നു, അത് ഡിസോൾവ് ആകുന്നു. ദെൻ നമ്മളത് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് 40 to 60 ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ ഈ precipitate പിന്നെയും ഫോം ചെയ്യും. ദെൻ അത് ഡിസോൾവ് ആകും. സോ ഈ ഒരു പ്രോസസ്സ് Bence Jones പ്രോട്ടീനിൽ മാത്രം കാണുന്നതാണ്. സോ ദാറ്റ് വിൽ ബി precipitate at 40 to 60 degrees Celsius and dissolved in 100 degrees Celsius. That is the answer. Then the next question is, which of the following test
on amniotic fluid would be included when assessing fetal lung maturity? Alpha fetoprotein, bilirubin, LS ratio and fetal hemoglobin. അപ്പോൾ ഒരു കുട്ടിയുടെ ആ കുട്ടി എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ മെച്യൂരിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫീറ്റൽ ലങ് മെച്യൂരിറ്റി. സോ ഇത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള നോക്കുകയാണെങ്കിൽ ആൽഫ ഫീറ്റോപ്രോട്ടീൻ, ബിലിറൂബിൻ, LS റേഷ്യോ ആൻഡ് ഫീറ്റൽ ഹീമോഗ്ലോബിൻ. അപ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു ബേബി അല്ലെങ്കിൽ ഫീറ്റസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡാണ് അവർ മൗത്തിലൂടെ അല്ലെങ്കിൽ നോസിലൂടെ ഇൻടേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത്. സോ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള സർഫാക്റ്റൻസിൻ്റെ മെഷറിങ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫീറ്റൽ ലങ് മെച്യൂരിറ്റി കണക്കാക്കുന്നത്. സോ ദ ആൻസർ ഈസ് LS റേഷ്യോ. ഇവിടെ ആൽഫ ഫീറ്റോപ്രോട്ടീനും ബിലിറൂബിനും ഫീറ്റൽ ഹീമോഗ്ലോബിനും വരാത്തതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലിറൂബിൻ ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ. സോ അത് നമ്മൾ യൂഷ്വലി നോക്കുന്നത് ജോണ്ടിസിൻ്റെ കേസിലാണ്. ദെൻ ആൽഫ ഫീറ്റോപ്രോട്ടീൻ യൂസ് ചെയ്യുന്ന ജെനറ്റിക് ഡിസോർഡേഴ്സിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ. ഫീറ്റൽ ഹീമോഗ്ലോബിൻ മോസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് ഹീമോലൈസിസ് നടക്കുന്ന കണ്ടീഷനിലാണ്. സോ ദ ആൻസർ ഈസ് LS റേഷ്യോ. Then the next question, cells seen in the microscopic examination of urine of a 30-year-old female which are smaller than RBCs but much the same shape and they are probably yeast cells, small lymphocytes, squamous epithelial cells and trichomonas vaginalis. അപ്പോൾ ഇവിടെ അവർ തന്നിട്ടുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് RBCസിനേക്കാളും സ്മോളർ ആണെന്നാണ്. സോ ഇതിനകത്ത് ഈസ്റ്റ് സെൽസ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ RBCസിനേക്കാളും ബിഗ്ഗർ സൈസ് ഉള്ളതാണ്. അതിപ്പോൾ സ്മോൾ ലിംഫോസൈറ്റ്സ് ആണെങ്കിലും നമുക്ക് ഷേപ്പ് റൗണ്ട് ആണെങ്കിലും ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ RBC. ദെൻ സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് തന്നെ ഡിഫറെൻറ്റ് ഫ്രം RBCs ആണ്. ആൻഡ് ട്രൈക്കോമോണസ് വെജിനാലിസ് ഹാവ് എ ജർക്കിംഗ് മൂവ്മെൻറ്റ്. സോ ദ ആൻസർ ഈസ് ഈസ്റ്റ് സെൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് RBC സെൽസ് ആണ് ആൻഡ് ദിസ് ഈസ് ഈസ്റ്റ് സെൽസ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ ഒരു സിമിലാരിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കുറച്ചും കൂടി ചെറിയ പോർഷനാണ്, ചെറിയ ഫോമാണ് എങ്കിലും അതിന് കൂടുതലും ഇതിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ഈസ്റ്റ് സെൽസ്.